ഹലോ, ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് ആപ്സ് വർക്കൗട്ടാണ്. 10 മിനിറ്റ് ഉള്ളൂ ഈ വർക്കൗട്ടിൽ. നിങ്ങൾക്കിത് ആഴ്ചയിൽ 3-4 തവണ ഈ വർക്കൗട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള 10 വർക്കൗട്ടുകളാണ് ഞാൻ ഇതിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ആപ്സിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആപ്സിലും മസിൽസിനും മാറ്റം ഉണ്ടാവും, ഫാറ്റ് ബേൺ ആവും. അതുമല്ലാതെ കൂടെ തന്നെ ഫുൾ ബോഡി വർക്കൗട്ടുകളും ഡംബൽ വർക്കൗട്ടുകളും ചെയ്യുക. ഓരോ വർക്കൗട്ടിൽ ഞാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പാലിക്കുക. അത് നിങ്ങളെ ഇഞ്ചുറി ഫ്രീ ആക്കുകയും വർക്കൗട്ട് ഈസി ആക്കാനും സഹായിക്കും. അപ്പം നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം. ഫസ്റ്റ് എക്സസൈസ് ബൈസൈക്കിൾ കിക്കാണ്. ഇത് വളരെ ഈസിയാണ്. നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. ആപ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക. സെക്കൻഡ് വർക്കൗട്ട് നോർമൽ ആപ്സ് ക്രഞ്ചാണ്. വളരെ ഈസി ആയിട്ടുള്ള എക്സസൈസാണ്. എല്ലാ എക്സസൈസ് ചെയ്യുമ്പോഴും ആപ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അധികം ആയാസം കൊടുക്കേണ്ട കാര്യമില്ല, സിമ്പിളായിട്ട് ചെയ്യുക. മൂന്നാമത്തെ എക്സസൈസ് ഫ്ലട്ടർ കിക്കാണ്. ഇത് കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസാണ്. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആംസ് നമ്മുടെ കൈകൾ നമ്മൾ ബട്ടക്സിൽ കീപ്പ് ചെയ്യുക. അതുമല്ലാതെ നമ്മുടെ നടുവ് ഫുള്ളായിട്ട് ഫ്ലോറിലാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നടുവിന് വളരെ പിടുത്തം വരും. ചിലപ്പം നടുവിൻ്റെ വേദന വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആപ്സിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യുക. നാലാമത്തെ എക്സസൈസ് റഷ്യൻ ട്വിസ്റ്റാണ്. ഇത് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള എക്സസൈസുമാണ്. അഞ്ചാമത്തെ എക്സസൈസ് ഹീൽ ടച്ചാണ്. നമ്മളെ സൈഡ് ആപ്സിനാണ് ഇത് കിട്ടുന്നത്. ആപ്സിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുക.
രണ്ടാമത്തെ വർക്കൗട്ട് ലോ പ്ലാങ്ക് ആണ്. ഇത് ആപ്സിന് മാത്രമല്ല, നമ്മുടെ തൈക്കും നമ്മുടെ ബട്ടക്സിനും നമ്മുടെ കാലുകൾക്കും എല്ലാം പവർഫുള്ളായിട്ടുള്ള എക്സസൈസാണ്. ഈവൻ ഷോൾഡേഴ്സിനും എല്ലാം പവർഫുള്ളായിട്ടുള്ള വർക്കൗട്ടാണ്. ഏഴാമത്തെ വർക്കൗട്ട് ബ്രിഡ്ജാണ്. ഇത് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ആപ്സിന് മാത്രമല്ല, തൈസിനും ബട്ടക്സിനും എല്ലാം ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. എട്ടാമത്തെ വർക്കൗട്ട് സൈഡ് പ്ലാങ്ക്, റൈറ്റ് സൈഡാണ്. നമ്മുടെ സൈഡ് ആപ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്കൊരു 5 സെക്കൻഡ്സ് ചെയ്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യുക. ഒമ്പതാമത്തെ എക്സസൈസ് സൈഡ് പ്ലാങ്ക് ആണ്. നേരത്തെ റൈറ്റിന് ചെയ്ത മാതിരി ലെഫ്റ്റിനും ചെയ്യുക. പത്താമത്തേത് ആപ്സ് ഹോൾഡാണ്. ആപ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുക.
അപ്പം നിങ്ങൾക്ക് ഈ വർക്കൗട്ടെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ടിലൂടെ വീണ്ടും കാണാം.